بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഒന്നാം അഖബ കഴിഞ്ഞു. മുസ്അബ് റളിയല്ലാഹു തആലയുടെ നേതൃത്വത്തിലുള്ള മദീനയിലെ പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. നബുവത്തിൻ്റെ 13ാമത്തെ വർഷത്തിലെത്തിയിരിക്കുന്നു. 73 യസ്രിബുകാർ മുസ്ലിമീങ്ങളാണവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരാണവർ. അവർ മദീനയിൽ കൂടിയിരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. ഇനിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അക്രമത്തിന് നമ്മൾ വിട്ടുകൊടുക്കരുത്. മക്കയിലെ മലയിടുക്കുകളിലൂടെ പ്രയാസപ്പെടേണ്ട ഒരു സാഹചര്യം ഇനി നമ്മുടെ പ്രവാചകനുണ്ടാകരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കണം. നമ്മുടെ നാട്ടിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്ന് നമ്മൾ പ്രവാചകന് സംരക്ഷണ കവചമൊരുക്കണം. അങ്ങനെയാണ് ഹജ്ജിന് പുറപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അവരും യാത്ര തിരിക്കുന്നത്. ഇത്തവണ 500 ആളുകളാണ് മദീനയിൽ നിന്നും മക്കയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ മുശ്രിക്കീങ്ങളുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനെത്തിയ സഹാബികളായ അൻസാരികളുമുണ്ട്. മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികിലേക്ക് എത്തി. സന്തോഷ വാർത്ത അറിയിക്കാനാണ്. മദീനയിലെ വളർച്ചയെക്കുറിച്ച്, മദീനക്കാരുടെ താല്പര്യത്തെക്കുറിച്ച്, മദീനയുടെ ശക്തിയെക്കുറിച്ച്, അവിടെയുള്ള ഭദ്രതയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു മദീന എന്ന ഒരു നാടൊരുങ്ങിയത് അറിയിക്കുകയാണ്. മദീനയിൽ കളമൊരുങ്ങിയിട്ടുണ്ട് നബിയെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന്. ഇനി അങ്ങയുടെ നാട് മദീനയാക്കാം. ആ മദീനയിൽ എല്ലാത്തിനും യോഗ്യമായ രൂപത്തിൽ മദീന ഒരുങ്ങിയിട്ടുണ്ട് എന്ന് മുസ്അബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. ഫസുറ റസൂലുള്ളാഹി ബിദാലിക് ഫദഅ ലഹു. വലിയ സന്തോഷം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അയ്യാമുത്ത് തശ്രീഖിൻ്റെ നാളുകളിൽ അവരെ കാണാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അഖബയിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. അതീവ രഹസ്യമായിട്ടാണ് ആ കൂടിക്കാഴ്ച. രാത്രിയിലാണ്. ജനങ്ങളെല്ലാം മാറിയതിന് ശേഷം രാത്രി അതീവ രഹസ്യമായി കണ്ടുമുട്ടാം. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മദീനയിൽ നിന്ന് വന്ന മുശ്രിക്കുകൾ പോലും അറിയരുത്. അങ്ങനെയാണ് 73 ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ, പ്രവാചകനെ ബൈഅത്ത് ചെയ്യാൻ അവർ കാത്തിരിക്കുകയാണ്. 30 ആളുകൾ അതിൽ യുവാക്കളാണ്. ഏത് കാലഘട്ടത്തിലും യുവാക്കളുടെ ഒരു സാന്നിധ്യം ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട്. യുവാക്കൾ ഇസ്ലാമിൻ്റെ മുൻപന്തിയിൽ ഉണ്ടായിട്ടുണ്ട്. യുവാക്കളില്ല എങ്കിൽ പള്ളിയിൽ നിന്ന് സലാം വീട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ പിറകിലത്തെ സൊഫിൽ, പള്ളിയുടെ 1ാമത്തെ സൊഫുകളിൽ നമുക്ക് പിറകിൽ നമസ്കരിക്കുന്നതിൽ കുട്ടികളില്ല എങ്കിൽ, യുവാക്കളില്ല എങ്കിൽ ആ തലമുറയെക്കുറിച്ച് നമുക്ക് ആശങ്കയുണ്ടാകണം. ഇസ്ലാമിക ചരിത്രത്തിൽ ഏതൊരു കാലഘട്ടത്തിലും യുവാക്കളുടെ നിറസാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, അഖബയിൽ 30 പേര് യുവാക്കളാണ്. 2 സ്ത്രീകൾ ആ കൂട്ടത്തിലുണ്ട്. നുസൈബ ബിൻത് കഅബ് ഉമ്മു അമ്മാറ, അതുപോലെ തന്നെ അസ്മാ ബിൻത് അംർ ഉമ്മു മനിയ. 2 സ്ത്രീകളുണ്ട്. മറ്റുള്ളവർ പുരുഷന്മാരാണ്. അവർ താഴ്വരയിൽ കാത്തിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ, അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ കൂടെയാണ് എത്തുന്നത്. പിന്നീട് അബ്ബാസ് റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ തൻ്റെ സഹോദരപുത്രൻ ഒരു അപകടത്തിലെത്തരുത് എന്ന കരുതലാണ് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹിയുടെ കൂടെ എത്തിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് അദ്ദേഹം സംസാരിച്ചു. പിന്നീട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം ആരംഭിച്ചു. ഫതല അലൈനൽ ഖുർആൻ വദഅ ഇലല്ലാഹി അസ്സ വജൽ വറഗബ ഫിൽ ഇസ്ലാം. പരിശുദ്ധ ഖുർആൻ അൻസാരികളുടെ മുന്നിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. അല്ലാഹുവിലേക്ക് അവരെ ക്ഷണിച്ചു. ഇസ്ലാമിൻ്റെ മനോഹരമായ ആശയങ്ങൾ അവർക്ക് മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചു. അവർ ഹൃദയങ്ങൾ കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം കേൾക്കുകയാണ്. പ്രവാചകന്റെ ചുണ്ടിലേക്ക് അവർ കാതുകൾ കൂർപ്പിച്ചുകൊണ്ട് അൻസാരികൾ കേൾക്കുകയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുകയാണ്, തുബായിഊനി അല സമി വത്വാഅ വഅല നഫഖതി ഫിൽ ഉസ്രി വൽ യുസ്ർ. നിങ്ങൾ എനിക്ക് ബൈഅത്ത് ചെയ്യണം, എന്നെ കേൾക്കുമെന്ന്, എന്നെ അനുസരിക്കുമെന്ന്. പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ, പ്രയാസത്തിൻ്റെ ഘട്ടങ്ങളിൽ, നിങ്ങളുടെ ഐശ്വര്യ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഒരുപോലെ ഇസ്ലാമിന് വേണ്ടി പണം ചിലവഴിക്കുമെന്ന്. ഐശ്വര്യ കാലഘട്ടത്തിൽ മാത്രമല്ല, ഒരു പ്രതിസന്ധി വന്നാൽ, ഒരു പ്രയാസം നിങ്ങളിലേക്ക് എത്തിയാൽ അന്നും സമ്പത്തുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ സഹായിക്കുമെന്ന്. വഅലൽ അംരി ബിൽ മഅറൂഫ് ഫിന്നഹി വന്നഹി അനിൽ മുൻകർ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മ കൽപ്പിക്കുമെന്ന്, തിന്മ വിരോധിക്കുമെന്ന്. അങ്ങനെ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ എന്നെ സഹായിക്കണം, എന്നെ സംരക്ഷിക്കണം. യസ്രിബിലേക്ക് ഞാൻ വന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ ഇണകളെ നിങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ, ഏതു പ്രതിസന്ധിയിലും എനിക്ക് നിങ്ങൾ സംരക്ഷണമേകുകയാണെങ്കിൽ വലക്കും ജന്ന, നിങ്ങളെ കാത്തിരിക്കുന്നത് സ്വർഗമാണ്. റബ്ബിൻ്റെ സ്വർഗമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അൻസാരികൾ സംസാരം ആരംഭിച്ചു. മഹാനായ ബർറാ ഇബ്നു മഅറൂർ അദ്ദേഹം സംസാരം ആരംഭിച്ചു. നഅം വല്ലദീ ബഅസക ബിൽ ഹഖ് ലനംനഅക്. അല്ലാഹുവിൻ്റെ റസൂലേ, ഏതൊരു റബ്ബാണോ അങ്ങേ നിയോഗിച്ചത്, ആ റബ്ബ് തന്നെയാണ് സത്യം. അങ്ങേ ഞങ്ങൾ സംരക്ഷിക്കും. അങ്ങയെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെക്കാൾ, ഞങ്ങളുടെ ഇണകളെക്കാൾ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി സംരക്ഷണ കവചമൊരുക്കും. മദീന അങ്ങയെ സംരക്ഷിക്കും. അല്ലാഹുവിൻ്റെ റസൂലെ, മദീന അങ്ങയുടെ നാടാണ്. എന്നിട്ട് അദ്ദേഹം തുടരുന്നുണ്ട്, നബിയെ, മുമ്പ് യഹൂദികളുമായി ഞങ്ങൾക്ക് കരാറിലുണ്ടായിരുന്നു, അവർ ആ കരാറ് ലംഘിച്ചു. അല്ലാഹുവിൻ്റെ റസൂലെ, അങ്ങ് ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോകുമോ? അങ്ങ് ഞങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് റസൂലെ അങ്ങ് മദീന വിട്ടുകൊണ്ട് പോകുമോ? ഫതബസ്സമ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായി പുഞ്ചിരിച്ചു. അന മിൻകും വ അൻതും മിന്നി, ഞാൻ നിങ്ങളിൽപ്പെട്ടവനാണ്, നിങ്ങൾ എന്നിൽപ്പെട്ടവനാണ്. ഉഹാരിബു മൻ ഹാറബ്തും വ ഉസാലിമു മൻ സാലംതും, നിങ്ങൾ യുദ്ധം ചെയ്യുന്നവരോട് ഞാൻ യുദ്ധം ചെയ്യും, നിങ്ങൾ കരാറിലുള്ളവരോട് ഞാൻ കരാറ് പാലിക്കും. അങ്ങനെ നമ്മൾ ഒന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളോട് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അൻസാരികൾ പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂലെ, അങ്ങ് കൈകൾ നീട്ടുമോ? ഞങ്ങളൊന്ന് ബൈഅത്ത് ചെയ്യട്ടെ. അങ്ങ് കൈകൾ നീട്ടു, അൻസാരികളൊന്ന് ബൈഅത്ത് ചെയ്യട്ടെ. ഫബസത യദഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ കൈകൾ നീട്ടി. അൻസാരികൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്തു. ആദ്യമായി മഹാനായ ബർറാ ഇബ്നു മഅറൂർ അദ്ദേഹമാണ് ബൈഅത്ത് ചെയ്തത്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീന വിളിക്കുകയാണ്. പ്രവാചകനെ മദീന ക്ഷണിക്കുകയാണ്. ലോലമായ ഹൃദയമുള്ള മനുഷ്യരുടെ നാട്. അക്രമങ്ങളുടെ കാർമേഘങ്ങൾ നീങ്ങുകയാണ്. മദീനയിൽ നിന്നൊരു തണുത്ത കാറ്റ് തഴുകി കടന്നു പോകുന്നുണ്ട്. ഇനി നമുക്ക് പ്രവേശിക്കാനുള്ളത് മദീനയിലെ കാഴ്ചകളിലേക്കാണ്, ഹിജറയുടെ കാൽപ്പാടുകളിലേക്കാണ്, രണഭൂമിയിലെ പോരാട്ടങ്ങളിലേക്കാണ്, അൻസാറുകളും മുഹാജിറുകളും തീർത്ത സൗഹൃദത്തിൻ്റെ, ആത്മബന്ധത്തിൻ്റെ പാഠങ്ങളിലേക്കാണ്. ഇൻഷാ അല്ലാഹു സഹായിച്ചാൽ അടുത്ത റമളാനിൽ വീണ്ടും കാണാം. ഈ ഒരു നന്മയുടെ പിന്നിൽ പ്രവർത്തിച്ചവരിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ. റബ്ബിൻ്റെ സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിൻ്റെ കൂടെ ഒന്നിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. ഈ റമളാനിലെ നമ്മുടെ പരിശ്രമങ്ങൾ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.